അപ്പൊ ഇന്ന് നമുക്ക് നല്ല ഇതുപോലെ പേര് എഴുതിയിട്ടുള്ള ഒരു എയർബോ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ വയർ എയർബോ ആണ് എടുത്തത്. അതിന്റെ എൻഡില് എൻഡ് ക്യാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ബീഡ്സ് ഇങ്ങനെ കോർത്തു കൊടുക്കാം. അങ്ങനെ കുറച്ച് ഭാഗം ബീഡ്സ് കോർത്തതിന് ശേഷം നമുക്ക് ലെറ്റർ ബീഡ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ലെറ്റർ ബീഡ്സ് ഇട്ട് എന്നിട്ട് പിന്നെ വൈറ്റ് ബീഡ്സ് ഇട്ട് അങ്ങനെ നമുക്ക് മുമ്പോട്ടായിട്ട് പോവാം. ലെറ്റർ ബീഡ്സ് കോർത്തതിന് ശേഷം നോക്കിയ ഒരു ഭാഗത്ത് എനിക്ക് വൈറ്റ് ഇത് ഇടാൻ വേണ്ടിയിട്ട് സ്പേസ് ഇല്ല. അപ്പം നമ്മൾ എന്താ വലിയ പേരാകുമ്പോന്ന് വെച്ചാൽ നമുക്കിതാ ഈ എൻഡ് ഗ്യാപ്പ് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് 2-3 ബീഡ്സ് ഒഴിവാക്കിയിട്ട് നമുക്ക് അപ്പുറം ഒരേ ലെവലിൽ നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാം. ബീഡ്സ് കോർക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് എൻഡ് ക്യാപ്പ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഓരോ പേളിന്റെ ഇടയിലായിട്ട് നമുക്ക് കുറച്ച് ഗമ്മിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം മറ്റേ സൈഡും കൂടെ നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെ ഇടയിലായിട്ട് ഗമ്മിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം എൻഡ് ക്യാപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കാം.